ഈ സമ്പൂർണ്ണ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാധീനതകൾക്ക് ക്രിസ്തുവിനെ അവലംബിച്ച് മുന്നേറുമ്പോൾ സമാന്തരമായിട്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അറിവിൽ വർദ്ധിക്കണം. ഇത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഉടമ്പടി പുതുക്കത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. എന്താണ്? സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവിൻ. അത് നമുക്ക് നൽകിയിരിക്കുന്നൊരു ചാലഞ്ചാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. കൊളോസ്യസ് 3:10. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. കൊളോസ്യസ് 3:9-10 തിരുവചനങ്ങൾ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് ഉടമ്പടിയുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ? എന്താണത്? അപ്പം ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നമ്മൾ ഓരോരോ ഇതിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ദൈവദേശത്തിന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഈശോ പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. ആവശ്യമില്ലാത്തതല്ല, ആവശ്യമാണ്. പക്ഷേ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 6:32. മത്തായി 6:32. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ്. ഭൗതിക ആവശ്യങ്ങളെ ഹോണർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ PR, പെൻഷനോ, വീടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ബിജി സാബ് പെരുങ്ങല ഇന്നലെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം സിമ്പിൾ സാക്ഷ്യമാണ്. വലിയ ഉടമ്പടിയുടെ അത്ര ക്വാളിറ്റിയുള്ള സാക്ഷ്യമല്ല. എന്നാലും ഒരു 60% മനുഷ്യരും ആശ്വാസം നൽകുന്നൊരു സാക്ഷ്യമാണത്. എന്താ വിഷയം എന്ന് പറയണത്? ഇവരുടെ വീട് ഒരു താഴ്വാരത്തിലാണ്. മലയുടെ താഴ്വാരമല്ല, പിന്നെയും താഴെയാണ്, ചതുപ്പമാണ്. മലയടിവാരത്തിൽ താമസിക്കുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ദുരിതമാണ്. മഴ പെയ്യുമ്പോഴൊക്കെ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് വരും. വെള്ളം മാത്രമല്ല വരാൻ പോണത്, മല തന്നെ ഇടിഞ്ഞു വരും ചിലപ്പോൾ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം അവിടുന്ന് പോകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ താമസിക്കാൻ ഒരിടം കിട്ടി അവിടെ താമസിച്ച് പോകണം. ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയണത്, ബിജിയുടെ ഹസ്ബൻഡ് 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുമാത്രം കാര്യം. ഈ അറ്റാക്ക് വന്ന ആൾ ഈ നമ്മുടെ ചിലരുടെ വീട്ടിലൊക്കെ വന്ന പോലെ വീടിൻ്റെ അകത്ത് വണ്ടി കയറത്തില്ല. ഇത് മല കയറി പോകണം. മല കയറി ചെല്ലുമ്പോഴാണ് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ മല കയറി ചെല്ലുമ്പോഴാണ് റോഡുള്ളത്. ഈ നെഞ്ചിവേദന വന്ന ആളെ എങ്ങനെയാണ് മല കയറ്റണത്? ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലേ? അതാണ് ഈ പറഞ്ഞത് 6:30. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം അവരുടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം ഇനി ഒരു അറ്റാക്ക് വന്നാൽ അതിന് മുമ്പ് ഇവിടുന്ന് മാറണം. കാര്യം വണ്ടി പിടിച്ച് പെട്ടെന്ന് വണ്ടി കിട്ടിപ്പോകാൻ ആശുപത്രി പോകാൻ പറ്റിയ ഒരു സാഹചര്യം. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നത് ഈശോ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനേക്കാളും വിഷയം എന്താണ്? വണ്ടി നെഞ്ചുവേദന വന്ന വണ്ടി പിടിച്ചാൽ അപ്പോൾ വണ്ടി വരണ ഒരു സ്ഥലത്ത് എത്തണം, മിനിമമാണ്. പക്ഷേ ജീവൽ പ്രധാനമായ ആവശ്യമാണത്. അപ്പോൾ വിജി എന്താ ചെയ്യണത്? ആ സ്ഥലം ആരും വാങ്ങിക്കത്തില്ലെന്ന് ഉറപ്പാണ്.
കാര്യം നമുക്ക് വേണ്ടേ പിന്നെ മറ്റുള്ളവർ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കാൻ പാടായിരിക്കും, ചില കാര്യങ്ങൾ നടക്കാൻ പാടായിരിക്കും. അപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന് ഈ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, സാധാരണ എന്ത് ധ്യാനം നിങ്ങൾ കൂടിയാലും എന്ത് പ്രാർത്ഥന രീതികൾ അവലംബിച്ചാലും അതെല്ലാം എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എക്സ്പ്രഷൻസ് വരുമ്പോൾ പ്രെയർ മാത്രമേ ഉള്ളൂ. പ്രെയർ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു പുതിയ പുസ്തകം, ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പുതിയ പ്രാർത്ഥനാ പുസ്തകം കൂടി കിട്ടും, അതിൽ കുറച്ച് പുതിയ ഇൻറ്റൻഷൻസ് കൂടി ഉണ്ടാകുമെന്നും, പിന്നെ ഒരു ഉപവാസമ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെയായിട്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. പക്ഷേ എല്ലാം ഹരിച്ച് കുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഗ്രോത്ത് ഉണ്ടായി? ആ പ്രെയർ മേഖലയിൽ ആണൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, പ്രാർത്ഥനയിലാണ്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്ര % ഔട്ട്പുട്ടുണ്ട്? എനിക്ക് തോന്നുന്ന ഒരു 25% ഉള്ളൂ. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ, വിശ്വാസത്തിലാണല്ലേ വിഷയം മുഴുവൻ ഇരിക്കുന്നത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, നമുക്കൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ആണ് നമ്മൾ വിശ്വാസം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ്? ഫസ്റ്റ് എക്സ്പ്രഷൻസ് എന്താണ്? വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പ്രകടരൂപം എന്താണ്? പ്രകടരൂപം പ്രാർത്ഥനയാണ്, അല്ലേ? അപ്പം ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടും, അല്ലേ? ചിലർ പറയും ഞാൻ വിശ്വാസപ്രമാണം 51 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി, നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലും കർണക്കൊന്ത 100 പ്രാവശ്യം ചൊല്ലിയാലും നിങ്ങൾ ചെയ്യണതെന്താ? പ്രാർത്ഥനയാണ്. ഇപ്പം ഒരു സാധനം തന്നെ കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, ചിലപ്പോൾ മറ്റ് മിനറൽസ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പാല് തന്നെ കുടിക്കാൻ, പാല് മാത്രം കുടിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ചത്തുപോകും. അപ്പം അതിൻ്റെ അകത്തുണ്ടാകുന്ന ലാക്ടോജന് അല്ലെങ്കിൽ അതുപോലെയുള്ള കാൽഷ്യം ഉണ്ട്. ഇപ്പം കാൽഷ്യം മാത്രമാണ് പാല് മാത്രമാണ് ഒരു മനുഷ്യൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ എല്ല് മാത്രം ഉറച്ചിരിക്കും, മറ്റേ ഈ പേശികളെല്ലാം കിളുകളാണെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പ്രോട്ടീൻ വേറെ വേണം എക്സ്ട്രാ ആയിട്ട്, അതിൻ്റെ അകത്തുള്ള മിനറൽസൊക്കെ വേറെ വേണം. പ്രാർത്ഥനയ്ക്കുണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ഇത്രയും പുണ്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് നേട്ടം എന്നുള്ള വിഷയത്തിൽ വെച്ചാണ് പ്രാർത്ഥന മടങ്ങണത്. തിരിച്ചിങ്ങനെ കമ്പി മടങ്ങണ പോലെ മടങ്ങും. അതാണ് ഈ പ്രാർത്ഥനയുടെ പോയിന്റ് കുറയാൻ കാര്യം. നിങ്ങൾക്ക് പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, വിശ്വാസപ്രമാണം 10,000 പ്രാവശ്യം ചൊല്ലിയാലും, പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, അതിനകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ദൈവത്തിന് ഇത് എന്തുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ള വിഷയം വരുമ്പോൾ 0 മാർക്ക് വരും. കാര്യം ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി വർദ്ധിക്കണം, നിങ്ങളുടെ ആധികാരികത വർദ്ധിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേര് അധികാരം എന്നായിട്ട് മാറും. ആധ്യാത്മികത വളർന്നു കഴിഞ്ഞാൽ ആധ്യാത്മികത അതോറിറ്റിയായിട്ട് മാറും. നമ്മൾ കാണുന്ന ഭൗമിക അധികാരമല്ല, ദൈവികമായ ഒരു അധികാരം വരും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള അനുവാദം ദൈവം തരും നമുക്ക്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഡിസംബർ 2022 ഡിസംബർ 17-നാണ്. വരാനുണ്ടായ സാഹചര്യം
എൻ്റെ മകളുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറാണ് എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. പറയാനുണ്ടായ കാരണം, ഞാനിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് 22 വർഷമായിട്ടുണ്ട് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അതിന് ശേഷം നീ അതൊക്കെ തീരുമാനിച്ചാൽ മതി, ഇപ്പം നീ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ടു. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഈ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ആ ഡിസ്ക് കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിയതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ 5 വർഷമായിട്ട് എനിക്ക് എന്നും വയറുവേദന, ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വയറുവേദന, ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞാലും വയറുവേദന, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുവരെ ഞാൻ അൾസറിൻ്റെ ഗുളികകൾ പിന്നെ കഴിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഞാനിപ്പോൾ അൾസറിൻ്റെ ഗുളികയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ ഗുളിയും അൾസറിൻ്റെ ഗുളികയ്ക്കൊക്കെ കൂടി ഏകദേശം ഒരു മാസം 16,000 രൂപയോളം ചിലവ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ക്ഷീണമാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഇപ്പോഴും തളർച്ചയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് അൾസറിൻ്റെ ഗുളിക പൂർണ്ണമായും നിർത്തി. പിന്നെ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് ആ പേരും പറഞ്ഞ് ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഇവിടെ ഞാൻ ഡിസംബർ 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ ആഴ്ചയിൽ തന്നെ ഡിസംബർ 24-ാം തീയതി എൻ്റെ അമ്മയും എൻ്റെ മകനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിലായി. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു 10 പൈസ പോലും ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അവർ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, ആ സമയത്ത് പിറ്റേ ദിവസം ക്രിസ്തുമസാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മകളും മരുമകനൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൻ എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, അമ്മച്ചി വണ്ടിയിൽ വന്ന് വീണു, അമ്മച്ചിക്ക് തലയിൽ ചോരയൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ദയ ഹോസ്പിറ്റലിലാണ് ചേട്ടന്മാരൊക്കെ കൂടി കൊണ്ടുപോയി കണതെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. കാരണം നാളെ ക്രിസ്തുമസിന് വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ പോലും ഒരു 10 പൈസ ഇല്ലാണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ഞാൻ കേൾക്കണത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ ഉടമ്പടിയുടെ കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ എടുത്തിട്ട് ഞാൻ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ദയ ഹോസ്പിറ്റലിലേക്ക് പോവാ, 1 രൂപ പോലും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, എനിക്ക് എന്താ ചെയ്യാമെന്നൊരു പിടിയുണ്ടായിരുന്നില്ല. അമ്മേ നീ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഏകദേശം 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും എനിക്കിതാണോ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഉടമ്പടിയുടെ കാശ് രൂപ മാത്രമാണ്. അതും കൈ പിടിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ പോകുന്ന വഴികളിൽ ഞാൻ എന്ത് ചെയ്യണം പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരോട് ചോദിച്ചിട്ട് അവരൊരു വള പണയം വെച്ചിട്ട് എനിക്ക് പൈസ തന്നു. ആ പൈസ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി, അതിൻ്റെ പിന്നാലെ തന്നെ പൈസയായിട്ട് വേറെ ആൾക്കാർ വന്നു. അങ്ങനെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടി.
എൻ്റെ കയ്യിൽ എൻ്റെ ബാഗിൽ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചീനെ സ്കാൻ ചെയ്യാനായിട്ട് ലിഫ്റ്റിൽ കയറ്റുന്ന സമയത്താണ് ഞാൻ അവിടെ കയറി ചെല്ലുന്നത്. ലിഫ്റ്റിൽ ഞാനും ഓടി കയറി വേഗം ഉടമ്പടിയുടെ തൈലം എടുത്തിട്ട് കുരിശ് വരച്ചു, അമ്മച്ചീനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സോഡിയം കുറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച്, ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചി പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ 2 മാസം മുന്നേ ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു വ്യക്തി 14 ലക്ഷത്തിൻ്റെ മുക്കുപണ്ടം പണയം വെച്ച് ഒരു കേസുണ്ടായി. അതിൽ 11 ലക്ഷം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനത് ഒത്തിരിയേറെ വിഷമിച്ചു. ഒരു 2 മാസക്കാലം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുപോലെ എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ വ്യക്തി എനിക്ക് വാട്സപ്പിൽ കുറേ അനാവശ്യങ്ങളും നുണക്കഥകളും കുറേ വാട്സപ്പിൽ അയച്ചു. അതൊക്കെ കണ്ട് ഞാൻ ആകെ തളർന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മേ നീ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കുറേ മെസ്സേജ് അയച്ചപ്പോൾ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ വാട്സപ്പിൽ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് വേണ്ടി ചെയ്തു, എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് മാത്രം ഞാൻ അവളുടെ അടുത്ത് മറുപടി പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തും അവൾ എന്നെ നാണം കെടുത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ ഏരിയ ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, എല്ലാവരും അവിടെ വരും, അവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. ഞാനെന്ത് ചെയ്തു, അവിടെ നിന്ന് 12 മണിക്ക് സാറത് പറഞ്ഞ വശം ഞാൻ വേഗം എൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, നേരെ വീട്ടിൽ വന്നു, ഒന്ന് കുളിച്ചു, കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാനിവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ കാണിച്ചു തരണം. എനിക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ രക്ഷപ്പെടാമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറയണത്. എനിക്ക് അതിനെ മറികടന്ന് പറയാനൊന്നുമുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാനായിട്ട്. എനിക്ക് വേണ്ടത് അമ്മ ചെയ്തു തരണം, ഈശോയെ നീ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ ഈ രൂപം പിടിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്ന് CI എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ വിറച്ചാണ് അങ്ങോട്ട് പോണത്. എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നു. ആ കാശുരൂപം ഞാനിങ്ങനെ തളർന്ന് പോവാമെന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ഉടമ്പടിയുടെ കാശുരൂപം ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് ഞാൻ കരയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നിൽക്കുന്നിടത്തിട്ടു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നീ മാത്രമുള്ളൂ എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിക്കണം. എനിക്ക് അവിടെ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരിയേറെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചു. കുറേ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചു. എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് തന്ന് സത്യം തെളിയിക്കാൻ പറ്റുമോയെന്നും ചോദിച്ചു. അത്രമാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ CI അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവർ പറയണത് പോലെ എന്തെങ്കിലും ഇതിൻ്റെ തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കൊടുത്തതിൻ്റെ ചോദിച്ചു. അപ്പോൾ അവർക്കത് സത്യം തെളിയിക്കാൻ പറ്റിയില്ല, തെളിവായിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. CI പറഞ്ഞു, ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാതും ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ ഹെഡ് ഓഫീസ് മുഖേന ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും ഞങ്ങൾക്കിവിടെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ അവിടെ ആവശ്യമായത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത്. ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു, എൻ്റെ മരണം വരെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈശോയുടെ വചനമനുസരിച്ച്, ഈശോയുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ മരണം വരെ ചെയ്യാൻ ഞാൻ ഇനി മേലാൽ ചെയ്യില്ല എന്നും ഞാൻ അവിടെ വെച്ചിട്ടൊരു പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ആ മകൾക്ക് വേണ്ടി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്ന് ഈ നേരം വരെയും ആ മകളോട് ഒരു കടുകുമണിക്ക് പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എല്ലാ തരത്തിലും ഞാൻ അവൾക്കും അവളുടെ ആ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു സത്യം വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഒത്തിരി ബോധ്യപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ ഞാനിത് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിലെ അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മ ആവശ്യമായത് ഈശോയെ നീ ആവശ്യമായത് അവർക്ക് നൽകി അവരുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ഓരോ വ്യക്തികളെയും ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രം അവർക്കൊക്കെ കൊടുക്കാറ്. കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും എനിക്ക് കിട്ടിയ അടയാളങ്ങളുമെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയാൻ പറ്റാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായ മക്കളെ ചെന്ന് കാണാനും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് മുമ്പ് പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോവും, അതൊക്കെ ഒരു ലിമിറ്റ്, അത് കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമെന്നാണ് എൻ്റെ വിചാരമായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളും എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി. പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എവിടെയും എന്നെ നാണം കെടുത്താതെ എൻ്റെ കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരിക്കലും തീരാത്ത നന്ദി പറയാണ്. കുർബാന ഞാൻ ഇപ്പോൾ എല്ലാ ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല. ഞായറാഴ്ചകളിൽ ഞാൻ കുർബാന കാണാറുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ തീക്ഷ്ണതയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി സാബു. ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു കൂട്ടുകാരി അതിന് മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുതരികയുണ്ടായി. ആ പത്രം വായിച്ചതിലൂടെ എനിക്കും ഉടമ്പടി എടുത്ത് മുന്നോട്ട് ജീവിച്ചു പോകണമെന്ന വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത് എൻ്റെ 6ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവർ 2 പേരും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങളൊരു 10 വർഷമായിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അങ്ങ് താഴ്ചയിലുള്ളൊരു സ്ഥലമായിരുന്നു. വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വഴി നമ്മൾ എത്ര പ്രാവശ്യം വഴി വെട്ടിയാലും
മഴ വരുമ്പോഴത്തേക്കും ആ വഴിയെല്ലാം മണ്ണിടിഞ്ഞ് വീണ് വണ്ടി ഇറങ്ങാൻ മേലാത്ത ഒരവസ്ഥയിലുള്ളൊരു സ്ഥലമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇറങ്ങി താഴേക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ നടന്ന് കയറി കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ടാണ് വണ്ടികൾ കയറി പോകേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് അന്ന് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ സാധിച്ചത്. തൽഫലമായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നതാണ് ഈ സ്ഥലമൊന്ന് വിറ്റിട്ട് കുറച്ച് മുകളിലേക്ക് കയറി ഒരു വീട് വെച്ചിരുന്നെങ്കിൽ, റോഡ് സൈഡിലൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് വണ്ടി വരാനും എന്തെങ്കിലും ആശുപത്രി കേസ് കെട്ടുകളോ എന്ത് ആവശ്യത്തിനും ഒരു വലിയ ഉപകാരമാകുമായിരുന്നല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് കിട്ടിയ വിശുദ്ധ ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണേ, മാതാവേ അമ്മ ഈശോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. തൽഫലമായിട്ട് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചു. അതിലേറെ പ്രത്യേകമായിട്ട് ആ സ്ഥലം വിറ്റതിലൂടെ 23 വർഷമായിട്ട് വീടിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധു ഉണ്ടായിരുന്നു. ആവശ്യ നേരത്ത് അവർക്കൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ആ വീട് വിറ്റ പൈസയുടെ കുറച്ച് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി നന്ദി പറയുകയാണ് ഞാൻ. വീടില്ലാതിരിക്കുന്ന അവസ്ഥയും വീടും സ്ഥലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലൂടെ നമുക്ക് അവരെ കുറച്ച് സഹായിക്കാനായിട്ട് സാധിച്ചു. കോടാനുകൂടി നന്ദി പറയുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും. അതോടൊപ്പം നമ്മൾ റോഡ് സൈഡിലേക്ക് കുറച്ച് സ്ഥലം വഹിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അവിടെ വീട് വെക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടൊരു കുഴലടിച്ചു കഴിഞ്ഞപ്പോൾ 500 അടി താഴ്ചയിൽ കുഴലടിച്ചതിന് ശേഷവും ഈ പാറപ്പൊടി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അവസാനം 500 അടി ഏകദേശം 85,000 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി. അതോടുകൂടി ആ കിണറിൻ്റെ പണി അവിടെ നിർത്തിവെച്ചു. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പാറപ്പൊടി മാത്രം വന്നുകൊണ്ടിരുന്ന ആ കിണറ്റിൽ ഞാൻ വിശുദ്ധ ഒപ്പിട്ട് അന്ന് തന്നെ പോയി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് ഞാൻ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നു. പിറ്റേന്ന് മുതൽ അതിനകത്ത് ഏതായാലും ആ കുഴൽക്കിണർ അടിച്ചവർ വന്ന് പറഞ്ഞു നമുക്ക് ആ പൈപ്പെങ്കിലും ഊരിയെടുക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു 10,000-40,000 രൂപയെങ്കിലും അതുവഴി കിട്ടുമല്ലോ എന്ന്. പക്ഷേ അമ്മ മാതാവ് ആ പൈപ്പ് ഊരിയെടുക്കാനായിട്ട് അനുവദിച്ചില്ല. ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ മനസ്സിൽ ഇങ്ങനെ പ്രേരണ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം മുതൽ അതിനകത്ത് വെള്ളം വരാൻ തുടങ്ങി. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഈശോ തരുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാ മാസവും തന്നെ പത്രം ഞങ്ങൾ വരുത്താറുണ്ട്. ഞാനും എൻ്റെ മോളും വീട്ടിലുണ്ട്. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലാണ്. മൂത്ത മകൾ അയർലൻഡിലാണ്. അവൾ ഞങ്ങൾക്ക് കിട്ടുന്ന പത്രങ്ങൾ ആശുപത്രികൾ, പാലിയേറ്റീവ് സെൻ്ററുകൾ, വീടുകൾ, കടകൾ, ഓട്ടോറിക്ഷക്കാർ, ഇവർക്കെല്ലാം നമ്മൾ പത്രം എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പത്രം കൊടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് പത്രം വേണ്ട എന്ന് പറയും. പക്ഷേ അതിനകത്തൊരു സങ്കടമൊന്നും തോന്നാറില്ല. ആവശ്യക്കാരെ നമ്മുടെ മുൻപിൽ ഈശോ എത്തിച്ചുകൊള്ളും. ജോസഫ് അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടി പോയി രോഗികളെ കാണുക, അവർക്ക് പത്രം കൊടുക്കുക. ശരിക്കും നമ്മൾ പോയപ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നത്. അവർ ഇങ്ങനെ ആരെങ്കിലും മാതാവിൻ്റെയോ അല്ലെ ഈശോയുടെ കാര്യങ്ങളുമായിട്ട് അവരുടെ അടുത്തെത്തുവാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, നമ്മൾ ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടെ പോയിട്ട് രോഗികളെ കാണുകയും അവർക്ക് പത്രവിതരണം നടത്തുകയൊക്കെ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് പറയുകയാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരുവാനായിട്ട് സാധിച്ചു. ഞാൻ 33 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ അധ്യാപികയായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഗാനങ്ങൾ ആലപിക്കാൻ സഹായിക്കാറുണ്ട്. എൻ്റെ മരണം വരെ എനിക്കാവുന്നിടത്തോളം കാലം
എനിക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികൾ, അനാഥാലയങ്ങൾ, ഗവൺമെൻറ് ആശുപത്രികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഞാനും എൻ്റെ മോളും കൂടെ ഭക്ഷണം ഉണ്ടാക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അനാഥാലയങ്ങളിൽ എത്തിക്കാറുണ്ട്. ആശുപത്രികളിൽ പൊതിച്ചോറ് ഞാനും എൻ്റെ മോളും കൂടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെയെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അനാഥാലയങ്ങളിലൊക്കെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുക, അവിടെ വൃത്തിയാക്കി കൊടുക്കുക. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ സെൻ്ററുകളിൽ കൂടി പോയിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുക. ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറച്ച് പേര് കൂടി ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അവിടെ ചെന്ന് അവർക്ക് പാകം ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടുകൂടി തിരിച്ചു പോരാറുണ്ട്. സാമ്പത്തികമായിട്ട് അനാഥാലയങ്ങളിലും രോഗികൾക്കുമൊക്കെ അർഹതപ്പെട്ടവരെ മാതാവ് നമ്മുടെ മുന്നിൽ എത്തിക്കും കേട്ടോ. അപ്പം അർഹതപ്പെട്ടവർക്കൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഇവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പരമാവധി തന്നെ പാലിച്ചു പോകുന്നു. ബൈബിള് വായിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ജീവിത പങ്കാളിയും കുറേ അധികമായിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ അവർക്കും കൂടെ തോന്നുമല്ലോ കുറച്ചുകൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെന്നുള്ളത്. അദ്ദേഹത്തിനും ആത്മീയമായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.